അപ്പോൾ നമുക്കിന്നൊരു പുട്ടും കടലയും ആയാലോ? അതിൽ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു മിക്സാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ പുട്ടൊക്കെ നല്ല വെള്ളം ഒഴിച്ച് നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ സവോള, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ച് കുറച്ച് പെരിഞ്ചീരകം കൂടെ ആഡ് ചെയ്യുക. മൂപ്പിച്ചിട്ട് മുളക് പൊടി ഇടണ്ട, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഇത് സെറ്റാക്കി വെച്ചതാണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ട് സവോള നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. സവോള നല്ല തിൻ സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അത് നല്ലതായിട്ട് ബ്രൗണിഷ് കളർ ആവുന്നവരെ കുറച്ച് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് നമുക്ക് കുറച്ച് തക്കാളി ചോപ്പ് ചെയ്ത് വെക്കണം. കുറച്ച് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ തക്കാളി നല്ലതായിട്ട് സ്മാഷ് ആവണം. ആ സവാളയായിട്ട് നല്ലതായിട്ട് സ്മാഷായി വരുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മൾ നേരത്തെ അരയ്ക്കാൻ വേണ്ടി ഇളക്കി വെച്ചില്ലേ, അതെല്ലാം കൂടെ മിക്സിയിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കണം. ഇത് അതിലിടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്ന ഐഡിയ ആണ് ഇങ്ങനെ ഇടാനായിട്ട്. അപ്പോൾ അതെന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ കൈയൊക്കെ തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് അരച്ചെടുക്കുക. അപ്പോൾ അരച്ച ആ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം, എത്രമാത്രം നമുക്കത് അരയ്ക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ലതായിട്ടൊന്ന് അരച്ച് ആ മിശ്രിതം വെക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം വന്നിട്ട് അരച്ച്. അപ്പം നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അപ്പം അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. ആക്ച്വലി ജിഞ്ചർ ഗാർലിക്ക് അരച്ചിട്ടാലും മതി, മീൻസ് നമ്മുടെ കയ്യിലുള്ള അരച്ചിട്ടാലും മതി. എനിക്ക് കുറച്ച് മടിയായിട്ട് പേസ്റ്റാണ് ഇടുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടിയിട്ട് നല്ലതായിട്ട് സവാളയും ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ കുറച്ച് മുന്നേ തന്നെ കടലയും കുറച്ച് സവാളയും ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ പാകമൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നല്ലതായിട്ട് ഒരു 5-6 വിസിലടിച്ച് അത് നല്ലതായിട്ട് വേവിച്ച് വെക്കണം. വേവിച്ച് വെച്ചതിന് ശേഷം ഞാനത് കണ്ടോ, ഞാൻ ആ പാകമെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട്. ഈ ഒരു പാകം നമ്മൾ ഞെക്കുമ്പോൾ നല്ലതായിട്ട് ഞെക്കണം, ഞെക്കി ഇതാവണം. അതാണ് കറക്റ്റ് പാകം വരുന്നത്. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തോടു കൂടി തന്നെ അതിനകത്തോട്ട് ഒഴിക്കുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഇതൊന്നും നമ്മൾ കളയുന്നില്ല. ഫുള്ളതിൻ്റെ പ്രോട്ടീനും ന്യൂട്രീനും എല്ലാം നമ്മൾ അതിൽ തന്നെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലതായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക്, കാരണം ഓൾറെഡി അത് തിളച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇളക്കി ഇതാക്കുമ്പോഴത്തേനും ഓൾറെഡി അത് തിളച്ചതായതുകൊണ്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിനി നെക്സ്റ്റ് അതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് മറ്റേ നമ്മൾ നേരത്തെ അരച്ച് വെച്ചൊരു ഇതുണ്ടല്ലോ മിക്സ്, ആ മിക്സ് അങ്ങനെ ഇതെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് ഫുള്ള് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അതങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് നല്ല ഇളക്കി യോജിപ്പിച്ച് എല്ലായിടത്തും അരപ്പ് എത്തി നല്ല ഇളക്കി യോജിപ്പിച്ച് നല്ലതായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നമുക്ക് ആ സമയത്ത് കുറച്ച് ഉപ്പ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എനിക്ക് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് സെറ്റായി. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇളക്കിയിട്ട് ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ നല്ലതായിട്ട് അടച്ച് വയ്ക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ട് ഞങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പുട്ടും കൂടെ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പാണ് കണ്ടത് നിങ്ങളിപ്പോൾ. അപ്പോൾ അതും കൂടെയൊക്കെ വെച്ചിട്ട് പുട്ടും ഞാൻ കുക്കറിൽ ചിരട്ടപ്പുട്ട് പോലെ അങ്ങനത്തെ വെക്കുന്നത്, അത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കറി ഇതാ ഇവിടെ തിളച്ച് കഴിഞ്ഞു, നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് വറുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ഇത് വെച്ചിട്ട് കടുക് വറുക്കാനുള്ള എണ്ണ ഒഴിക്കുന്നു. അതിൽ നമ്മൾ കുറച്ച് കടുക്, വറ്റൽമുളക് ഞാൻ നേരത്തെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. അപ്പോൾ അതിന് കുറച്ച് കടുക്, കുഞ്ഞിനും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് എരി കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് എരി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വറ്റൽമുളകും കൂടെ ചേർക്കാം. അപ്പം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കടുകും ജസ്റ്റ് കറിവേപ്പില മാത്രം ഇട്ടിട്ട് കടുക് പൊട്ടിക്കുന്നു, നേരെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു.
ഇത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസി പ്രോസസ്സാണ്. രാവിലെ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ തലേദിവസം കടലയൊക്കെ ഇട്ട് വെക്കണം, എന്തായാലും നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുക. അടച്ച് വെക്കുകയെന്ന് വെച്ചാൽ ആ മണവും ആ ഒരു ഫ്ലേവറൊക്കെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഇതിനിടയിൽ എന്താ നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ടും എടുത്ത് ഞാനിതാ പ്ലേറ്റിലോട്ടാക്കി. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണിത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.